ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ മരത്തിൻ്റെ മണ്ടയിലേക്ക് വലിഞ്ഞു കയറുന്നതെന്ന്. ഞാൻ നമ്മുടെ മുരിങ്ങ മരത്തിൽ കയറുകയാണ് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് മുരിങ്ങയില പറിക്കണമായിരുന്നു. അപ്പം ഞാനിത് ആവശ്യത്തിനുള്ള നമ്മളെ മുരിങ്ങയിലയൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഈ മുരിങ്ങയില വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു മുരിങ്ങയില സൂപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു ഇലയാണില്ലേ നമ്മുടെ മുരിങ്ങയില. നമ്മളെ മുരിങ്ങയില കാണുന്ന പോലെ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. കാരണം ഇതിൽ ഓറഞ്ചിലുള്ളതിനേക്കാളും 7 മടങ്ങ് അധികം വൈറ്റമിൻ സിയും ക്യാരറ്റിലുള്ളതിനേക്കാൾ 10 മടങ്ങ് അധികം വൈറ്റമിൻ എയും പാലിലുള്ളതിനേക്കാൾ 17 മടങ്ങ് അധികം കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മളെ തൈരിൽ ഉള്ളതിനേക്കാളും 9 മടങ്ങ് അധികം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വാഴപ്പഴത്തിലുള്ളതിനേക്കാളും 15 മടങ്ങ് പൊട്ടാസ്യവും ചീരയിലുള്ളതിനേക്കാളും 25 മടങ്ങ് ഇരുമ്പൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു ഇലേനെ നമ്മൾ എന്തിനും ഒഴിവാക്കണം അല്ലേ? എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു 2-3 തവണെങ്കിലും കുറഞ്ഞത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് കേട്ടോ. ഇന്ന് നമുക്ക് മുരിങ്ങയിലേനെ കൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഞാൻ ഈ ഒരു പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരിപ്പാണ്. ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിനകത്തേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ്, കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങേൻ്റെ ഇല, പിന്നെ ഒരു ചെറിയൊരു സവോള, 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ. പിന്നെ കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ. വെള്ളം അധികം ആവരുത്, കാരണം അത് നമുക്ക് പിന്നെ അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് കുക്കറിനകത്ത് വെച്ചിട്ട് ഒരു 1-2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടും. ഇനി നമുക്ക് മിക്സിനെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാവുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഞാൻ കായത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് കായത്തിൻ്റെ കുഞ്ഞു കഷ്ണങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തിക്നെസ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ ലൂസായിട്ട് വേണ്ടവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചൂട് നന്നായിട്ട് ആറിയിട്ട് കൊടുക്കാം. ഇനി വലിയവരൊക്കെ കുടിക്കുകയാണെങ്കിൽ ചെറിയ ചൂടോടെ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ഞാനെന്താ നമ്മൾ ശക്തിക്കൂട്ടിനാണ് അത് കൊടുക്കുന്നത്. അവനത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു സൂപ്പ് അവന് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് പ്രതിരോധ ശക്തി കുറച്ചുകൂടി വർദ്ധിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവന് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം അവന് അസുഖങ്ങൾ വരുന്നത് കുറച്ച് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുരിങ്ങയില നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ നല്ലതാണ്, കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ നല്ലതാണ്. പിന്നെ അതിൽ നാരുകൾ കൂടുതലായിട്ട് അടങ്ങിയതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾക്കും, പിന്നെ ചില കുട്ടികൾക്കൊക്കെ നല്ല വിളർച്ച കാണുമല്ലോ, ആ വിളർച്ചേനെ തടയാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെറിയ അളവിലെങ്കിലും നമ്മളെ മുരിങ്ങയില നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്